കല്യാണം കഴിച്ചു. നമ്മളെ നാട്ടിൽ നിന്നൊരാൾ കല്യാണം കഴിച്ചു എന്ന് കൂട്ടിക്കോളൂ. സംഗതി വശാൽ ആ ബന്ധം മുന്നോട്ട് പോകുന്നില്ല. ഇവര് രണ്ടുപേരും ശാരീരിക ബന്ധം പുലർത്തിയിട്ടുണ്ടോ? ഉണ്ട്. അത് രണ്ടുപേരും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഭർത്താവിന്റെ കുടുംബം പറയുന്നു, ഞങ്ങൾ 20 പവനാണ് മഹർ കൊടുത്തത്, 1 ഗ്രാമും കുറയാതെ തന്നാലേ ത്വലാഖിന് സമ്മതിക്കൂ. ഈ വാങ്ങുന്ന പണത്തിന്റെ പേരെന്താണെന്നറിയോ? ഹറാമാണ്. ഒരൊറ്റ പ്രാവശ്യം ശറഅ് പറഞ്ഞ രീതിയിൽ ശാരീരിക ബന്ധം പുലർത്തിയോ, കൊടുത്ത മഹറിൽ നിന്നൊരു ഗ്രാം പോലും, 1 മില്ലിഗ്രാം പോലും, 1 തരി പോലും ത്വലാഖ് ചെല്ലുന്ന ഭർത്താവിനോ, ഭർത്താവിന്റെ ബാപ്പക്കോ, ബാപ്പന്റെ ബാപ്പക്കോ അവകാശമില്ല, ചോദിക്കാൻ പറ്റൂല. കടുത്ത തെറ്റാകുന്നു. ഒപ്പുവെക്കണമെങ്കിൽ അത് തന്നേ പറ്റൂന്നാ പറയുന്നത്. ഉപദേശിക്കുന്ന ഉസ്താദിനോട് പറയുന്നു, ഹറാമൊന്നും ഞങ്ങൾക്ക് നോക്കണ്ടേയില്ല. സുബ്ഹാനല്ലാഹ്, അപ്പത്തന്നെ ആളെ വിശ്വാസം പോയി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളൊക്കെ കുടുങ്ങിയ ഘട്ടങ്ങൾ എത്ര നമ്മളിങ്ങനെ ആലോചിച്ചു പോയി. പഠിച്ചോനെ, എങ്ങനെയാണ് കിതാബിലൊക്കെ പറയലുണ്ട് ഹറാമിനെ ഹലാലായി കാണാൻ? അതിന്റെ നേരെ രൂപ. പ്രായം ചെന്ന 60-75 വയസ്സായ ഉപ്പാനോട് പറഞ്ഞു, നിങ്ങളെ മകന് ആ പെൺകുട്ടിയുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തിയിട്ടുണ്ട് 3 മാസക്കാലത്തെ ജീവിതത്തിൽ. നിങ്ങളെ മകനും അത് പറഞ്ഞിട്ടുണ്ട്, അവളും അത് പറഞ്ഞിട്ടുണ്ട്. ഇക്കൊടുത്ത പവനിൽ നിന്ന് ഒരൊറ്റ നിങ്ങൾക്ക് അവകാശപ്പെടൂല. ഹറാമാണോ വാങ്ങുന്നത്? ഹറാമൊക്കെ ആയിക്കോട്ടെ ഉസ്താദെ, അത് നിങ്ങൾ തന്നിട്ടെങ്കിലും ഒപ്പിടുള്ളൂ, അല്ല ഒപ്പിടൂല. അങ്ങനെ ഉണ്ടാവസ്ഥ. ആ കുട്ടിക്ക് വേറൊരു വിവാഹം ചെയ്യണ്ടേ? അവിടെയാണ് നമ്മളെ ഉശിരി, അവിടെയാണ് നമ്മളെ കാരണോത്തരം സ്ഥാനം മുന്നോട്ട് വരുന്നത്. അല്ലേ? സമ്പാദ്യം ഏതാ മുതല്? അവിടെയാണ് ശ്രദ്ധിക്കാൻ കഴിയുക.